ആരായിരിക്കും അടുത്ത കേരള മുഖ്യമന്ത്രി? ഏത് പാർട്ടി ആയിരിക്കും ഇനി കേരളം ഭരിക്കാൻ പോകുന്നത്? പിണറായി വിജയൻ തന്നെ വീണ്ടും അധികാരത്തിൽ എത്തുമോ? അങ്ങനെയാണെങ്കിൽ സ്വന്തം റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് നീണ്ട 11ാം വർഷത്തിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതും തുടർച്ചയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്ന വ്യക്തിയാവും പിണറായി വിജയൻ. ആദ്യം തന്നെ പറയാം, കേരളത്തിന്റെ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ച് നോക്കാതെ ഒരു 5 വർഷം LDF ഭരിച്ചാൽ അടുത്ത 5 വർഷം UDF, അത് കഴിഞ്ഞ് വീണ്ടും LDF, അങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും കേരളത്തിലേക്ക് തുടർച്ചയായിട്ട് അധികാരത്തിലെത്തിയ ഏക മനുഷ്യൻ അല്ലെങ്കിൽ ഏക പാർട്ടി LDF ആണ്. ഒരു 5 വർഷം കഴിഞ്ഞ അടുത്ത ഇലക്ഷനിൽ വീണ്ടും കഴിഞ്ഞ തവണത്തെക്കാട്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ പാർട്ടിയാണ് LDF. തുടർച്ചയായിട്ടുള്ള 10 വർഷം കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഇടതുപക്ഷ സർക്കാർ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള വേളയിൽ അടുത്ത 5 വർഷത്തേക്ക് ഇനി ഇടതുപക്ഷം തന്നെയായിരിക്കുമോ അധികാരത്തിൽ എത്തുന്നത്, അതോ കേരളത്തിൽ UDF അധികാരത്തിലെത്താൻ സാധ്യതയുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ VD സതീശൻ അവർ തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു മത്സരമായിരിക്കുമോ ഇനി നടക്കാൻ പോകുന്നത്? കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് അങ്ങനെ ഒരു മത്സരം നടന്നാൽ സൂപ്പർ ആയിരിക്കും. പക്ഷെ അങ്ങനെ ഒരു മത്സരം അവർ തമ്മിൽ നേരിട്ട് ഒരു അംഗത്തിനിറങ്ങാൻ ഒരു സാധ്യതയുമില്ല. കാരണം പിണറായി വിജയൻ മത്സരിക്കുന്നിടത്ത് നിന്ന് VD സതീശൻ മത്സരിക്കുന്നതുമില്ല. VD സതീശൻ മത്സരിക്കുന്നിടത്ത് നിന്ന് പിണറായി വിജയൻ മത്സരിക്കുന്നതുമില്ല. കാരണം രണ്ടും രണ്ട് പാർട്ടികളുടെ ശക്തമായ കോട്ടയാണ്. എന്നായാലും നമ്മൾ ആദ്യം തന്നെ പിണറായി വിജയൻ നോക്കാം. പിണറായി വിജയൻ കേരളത്തെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്ന ഒരു നേതാവ് എന്ന് തന്നെ പറയാം. അടിയന്തരാവസ്ഥ കാലത്ത് ഇഷ്ടംപോലെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നേതാവ്. അദ്ദേഹം ഇപ്പോൾ നടക്കുന്ന കണ്ട് പലരും ചിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റ കൊടിയ മർദ്ദനങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹവും ഇപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. കാരണം പണ്ടൊക്കെ പറയും, പോലീസുകാർ ഇപ്പം രണ്ട് ഇടിച്ച നീ ഇപ്പോഴൊന്നും അറിയത്തില്ല, കുറച്ചുകാൾ കഴിഞ്ഞ് ചുമച്ച് കുറച്ച് നടക്കും എന്നൊക്കെ പറയും. ആ ഒരു അവസ്ഥ തന്നെയാണ് പിണറായി വിജയൻ സംഭവിച്ചത്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസിന്റെ കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ കേരളത്തിലെ നേതാവ്, ജയിലിൽ കിടന്ന ഒരു MLA എന്ന് തന്നെ പറയേണ്ടി വരും പിണറായി വിജയൻ സംബന്ധിച്ച്. പിന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവ്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അങ്ങ് അദ്ദേഹം കൊണ്ടുവന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയായിരുന്നു കെയറിംഗ്. ആ പദ്ധതിയെ കുളമാക്കിയ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പദ്ധതി കേരളത്തിൽ ഒരിക്കലും നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടെങ്കിൽ, അതാണ് കോൺഗ്രസ്. കേരളത്തിലെ കോൺഗ്രസ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു നയവും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഒരു വികസനവും കേരളത്തിൽ നടപ്പിലാക്കാത്ത ഒരു പാർട്ടി ഇനി അടുത്ത 5 വർഷത്തേക്കും കൂടെ കേരളത്തിൽ അധികാരത്തിൽ എത്തണം എന്ന് ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. കാരണം കേരളം നടപ്പിലാക്കിയിരുന്നെങ്കിൽ നമ്മൾക്ക് 12 മണിക്കൂർ കൊണ്ടുചെന്ന് എത്തേണ്ട സ്ഥലത്ത് 4 മണിക്കൂർ കൊണ്ടുചെന്ന് എത്തേണ്ടി വന്നേനെ. ആ ഒരു ചെന്നെത്തുന്ന അവസരം മനുഷ്യന്റെ സമയം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ് സമയം. ആ സമയത്തെ വരെ നമുക്ക് അധീനതയിൽ നിർത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവ് പറഞ്ഞാണ്, നിങ്ങൾക്ക് 12 മണിക്കൂർ കൊണ്ടുചെന്ന് എത്തേണ്ട സ്ഥലത്ത് 4 മണിക്കൂർ കൊണ്ടുചെന്ന് എത്തിയിട്ട് എന്താണ് കാര്യം? അത്രയും വേഗതയിൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? സമയത്തിന്റെ വില അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം അവർക്ക് പോകാൻ ഒരു എസ്കോർട്ട് വാഹനമുണ്ട്, റോഡുകൾ ക്ലിയർ ആക്കി കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു സ്ഥലത്തൂടെ പോകാൻ നേരത്ത് നമ്മൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്നത് നമുക്കേ അറിയാൻ പറ്റും. ഒരു പ്രമുഖനായ നേതാവ് അല്ലെങ്കിൽ പ്രമുഖയായ ഒരു നേതാവിന് അതറിയാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ അവർക്കൊരു അപകടം പറ്റി അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു 5 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണ് നമ്മൾ എപ്പോഴും ചിന്തിച്ച് നോക്കണം. ഞാൻ വേറെ ഒന്നും അവരെ പറ്റി പറഞ്ഞിട്ടില്ല. ആ ഒരവസ്ഥയിൽ കേരളത്തിന്റെ നടപ്പിലാക്കേണ്ട ഏറ്റവും വലിയൊരു വികസന പ്രവർത്തനം ഇല്ലാതാക്കിയ പാർട്ടി കോൺഗ്രസ്. ആ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തണം. അധികാരത്തിലെത്തിയാൽ നീണ്ട ഒരു 20 വർഷം പുറകിലോട്ട് കേരളത്തെ അവർ കൊണ്ടുചെന്ന് എത്തിക്കത്തില്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് ഇപ്പോൾ അങ്ങിങ്ങൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് കുറച്ചൊന്ന് ഒത്തുചേർന്ന് പോകുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി. പക്ഷെ അടുത്തൊരു ഇലക്ഷൻ സംബന്ധിച്ച് സീറ്റ് വിഭജനമൊക്കെ വരാൻ നേരത്തെ വീണ്ടും അടിയുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് തിരിഞ്ഞ് അടിയുണ്ടാക്കുന്ന യൂത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ പുറത്തായിട്ട് നമ്മൾക്ക് ഇനിയും കാണാൻ സാധിക്കും. കാരണം കോൺഗ്രസിന്റെയൊക്കെ ഇലക്ഷൻ, അതായത് ലോക്കൽ കോൺഗ്രസിലെ തന്നെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഇലക്ഷനൊക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. രാജ്യത്ത് തിരിച്ചറിയൽ കാർഡും എല്ലാമായിട്ടുള്ള നേതാക്കന്മാരെയും നമ്മൾക്കറിയാം. അങ്ങനെയുള്ള അവസ്ഥയിൽ കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ളത്? ആദ്യം തന്നെ നമുക്ക് നേരെ പോവാം. കണ്ണൂർ സിംഹം പല്ലു കഴിഞ്ഞു പോയി, ഇപ്പോഴും പുള്ളിക്കാരന്റെ ആ ഒരു സിംഹത്തിലേക്ക് പോയാൽ K. സുധാകരൻ. അദ്ദേഹമായിരിക്കും അടുത്ത കേരള മുഖ്യമന്ത്രി. ഗർർ എന്ന് പറയേണ്ടി വരും. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ആദ്യം തന്നെ പറയട്ടെ, VD സതീശൻ പുള്ളിക്കാരനെ ഓതും. സത്യമായിട്ട് കേരളത്തിലെ മിക്ക കോൺഗ്രസ് നേതാക്കളും കണ്ണൂർ സിംഹം എന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാറുണ്ടെങ്കിലും കേരളത്തിലെ VD സതീശൻ പോലുള്ള നേതാക്കന്മാർക്ക് അദ്ദേഹത്തിനോട് വലിയ താല്പര്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കിനി നേരെ BJPയിലോട്ട് പോവാം. BJP ഭരണപക്ഷത്തുമില്ല പ്രതിപക്ഷത്തുമില്ല, പക്ഷെ ഒരു MP ഉണ്ട്. അതാണ് കേരളത്തിലെ BJPയുടെ ഒരു അവസ്ഥ.
ആ ഒരു അവസ്ഥ വെച്ച് നോക്കുന്നിടത്ത് ബി.ജെ.പിയിൽ നിന്ന് ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പോകുന്നത്? ആദ്യം തന്നെ നമുക്ക് സുരേഷ് ഗോപിയിലോട്ട് പോകാം. കേരളത്തിന്റെ പ്രിയപ്പെട്ട എം.പി. കേരളത്തിന് വേണ്ടി അദ്ദേഹം എന്തെല്ലാം വികസനങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നത്. കേരളത്തിന് വേണ്ടി എയിംസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിന് വേണ്ടി സ്വന്തമായിട്ട് അദ്ദേഹം എയർപോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. തൃശ്ശൂരിന് വേണ്ടി അദ്ദേഹം സ്വന്തമായിട്ട് മെട്രോ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം കേരളത്തിൽ അല്ല തൃശ്ശൂരിൽ അധികാരത്തിലെത്തിയത്. തൃശ്ശൂരിലെ ജനങ്ങളെ ഒരു വിധത്തിൽ പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കിയ വികസന പ്രവർത്തനമില്ല, പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളുമില്ല. ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹം ആപ്പാട് ചെയ്ത നല്ലൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഒരു പൂരം നല്ലപോലെ അലമ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം നടപ്പിലാക്കിയ ഏറ്റവും നല്ല കാര്യം. അങ്ങനെ കേരളത്തിൽ തൃശ്ശൂരിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ളത് സുരേഷ് ഗോപിക്കാണോ അതോ തിരുവനന്തപുരത്ത് നിന്നും രാജീവ് ചന്ദ്രശേഖർ ആവുമോ ബി.ജെ.പിയുടെ അടുത്ത മുഖ്യമന്ത്രി? കാരണം വേറെ നേതാക്കളുമില്ല അവർക്ക് അത്ര ഇപ്പോൾ എടുത്തു പറയാൻ തക്കുന്ന കേരളത്തിൽ നിന്നും. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇനി ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാവാൻ പോകുന്നത്?